തെർമോഡൈനാമിക്സിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. മോഡൽ എക്സാമിന് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട, ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ കഴിയാത്ത അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടണം. നോക്കാം ഇനി തെർമോഡൈനാമിക് പ്രോസസ്സ്. അതിനകത്ത് ഫസ്റ്റ് പ്രോസസ്സ് ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക്. ഈ ഐസോബാറിക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ നമുക്ക് പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. NRT. അതിൽ ഈ എന്നും ആറും എപ്പോഴും കോൺസ്റ്റൻ്റാണ്. പിന്നെ ഇവിടെ പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം? വി ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ പറയാം. അപ്പോൾ വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ആൻ ഐസോബാറിക് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പി വി ഡയഗ്രാം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വോളിയം, വൈ ആക്സിസിൽ പ്രഷർ. ഓക്കെ, അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഇങ്ങനെ വരും. ഇത് ഐസോബാറിക് എക്സ്പാൻഷനാണ്. ഐസോബാറിക് എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ സ്ലോപ്പ്, അതായത് ഡി പി ഡിവൈഡ് ബൈ ഡി വി ആണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. അത് 0 ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ വോളിയം V1 വിചാരിച്ചോളൂ, ഇവിടുത്തെ വോളിയം V2 വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കെന്ത് പറയാം? വി ബൈ ടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V1 ബൈ T1 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ T2 പറയാം. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ പി വി ഡയഗ്രാം. ഓക്കെ, വോളിയം അലോങ് ദി എക്സ് ആക്സിസ്, പ്രഷർ അലോങ് ദ വൈ ആക്സിസ്. ഓക്കെ, ഇതെന്താ? ഇത് ഐസോബാറിക് കംപ്രഷനാണ്. ഓക്കെ, അതായത് വോളിയം കുറയാണ്. നോക്കൂ, ഇതാ ആദ്യം വോളിയം ഇത്രയും ഉണ്ടായിരുന്നു. ദിസ് ഈസ് ദ ഇനീഷ്യൽ വോളിയം. ഓക്കെ, പിന്നെ വോളിയം കുറഞ്ഞു. ദിസ് ഈസ് ദ ഫൈനൽ വോളിയം. ഇവിടെയും സ്ലോപ്പ് ഡി പി ഡിവൈഡ് ബൈ ഡി വി ഈക്വൽ ടു 0 ആണ് സ്ലോപ്പ്. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറേച്ചർ എക്സ് ആക്സിസിലുണ്ട്, വോളിയം വൈ ആക്സിസിലുണ്ട് വിചാരിച്ചോളൂ. ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് സ്ലോപ്പ് ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി, ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, ഡി വി ബൈ ഡി ടി. അതിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. പി വി ഈക്വൽ ടു NRT. അപ്പോൾ വി ഡിവൈഡ് ബൈ ടി, ദിസ് ഈസ് ഈക്വൽ ടു NR ഡിവൈഡ് ബൈ പി. അതിൽ എൻ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആവും, അതായത് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആവും എന്നർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് ദ വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്. ദിസ് ഈസ് പ്രഷർ വേഴ്സസ് വോളിയം ആൻഡ് പ്രഷർ വേഴ്സസ് വോളിയം ഫോർ ഐസോബാറിക് കംപ്രഷൻ. ഇനി നമ്മൾ പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫ് പറഞ്ഞാൽ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എക്സ് ആക്സിസിലുണ്ട്, പ്രഷർ വൈ ആക്സിസിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ എന്താ? ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി, അതായത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ദിസ് ഈസ് അഗെയിൻ 0 ആണ്. ഓക്കെ, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 വരും. ഇനി ഇവിടെ ഇഫ് n moles of an ideal gas undergoes an isobaric process from states V1 T1 to V2 T2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്ത് പറയാം? പി V1 ഈക്വൽ ടു NR T1 പറയാം. ഫൈനൽ സ്റ്റേറ്റിൽ പി V2 ദിസ് ഈസ് ഈക്വൽ ടു NR T2 പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി V2 മൈനസ് V1 ദിസ് ഈസ് ഈക്വൽ ടു N ഉണ്ട്, R ഉണ്ട്, T2 മൈനസ് T1 എന്ന് പറയാം. ഓക്കെ, അതിൽ പി ടൈംസ് ഡെൽറ്റ വി ദിസ് ഈസ് N ടൈംസ് R ടൈംസ് ഡെൽറ്റ ടി വരും. ഈ പി ഡെൽറ്റ വി പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ഡൺ ആണ്, ഡെൽറ്റ W. അപ്പോൾ വർക്ക് ഡൺ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ് ദിസ് ഈസ് ഈക്വൽ ടു NR ഡെൽറ്റ ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പി V2 മൈനസ് V1. ഇനി അടുത്തത് നമുക്ക് ഐസോകോറിക് പ്രോസസ്സാണ്. ഐസോകോറിക്
ഐസോകോറിക് പ്രോസസ്സ്. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ വർക്ക് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. ഓക്കെ, എപ്പോഴും വർക്ക് ഡൺ 0 ആണ്. ഇനി ഡെൽറ്റ ക്യൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അതിൽ ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ 0 ആയത് കാരണം ഹീറ്റ് ആഡഡ് വിൽ ബി കംപ്ലീറ്റ്ലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. എത്ര ഹീറ്റ് ആഡ് ചെയ്തോ അത്രയും ഇൻറ്റേർണൽ എനർജി കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ n മോൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി. അതിൽ ഇവിടെ വോളിയം ഫിക്സ്ഡ് ആണ്, വോളിയം കോൺസ്റ്റൻ്റാണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്, എൻ ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ പറയാം. ഓർ ലെറ്റ് us say പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഓക്കെ, ഇപ്പോൾ പി വി ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സി വോളിയം കോൺസ്റ്റൻ്റാണ്, കൂടുന്നുമില്ല കുറയുന്നില്ല. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഡി പി ഡിവൈഡഡ് ബൈ ഡി വി, ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റ്സ്. ഓക്കെ, ഇനി ഇവിടെ വോളിയം ഉണ്ട്, ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സി ഡി ടി ഡിവൈഡഡ് ബൈ ഡി വി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇവിടെയും സ്ലോപ്പ് എന്താ, സ്ലോപ്പ് ഇൻഫിനിറ്റാണ്. ഇനി അടുത്തത് നമുക്ക് സി ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ പ്രഷർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ ആർ ഡിവൈഡഡ് ബൈ വി. അത് കോൺസ്റ്റൻ്റ് ആണ്, എൻ ആർ ഡിവൈഡഡ് ബൈ വി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്രഷർ വോളിയം ഗ്രാഫ്, ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ്, പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫായി. ഓക്കെ, ഇനിയുള്ളത് ഐസോതേർമൽ പ്രോസസ്സാണ്. ഈ ഐസോതേർമൽ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എ തെർമോഡൈനാമിക് പ്രോസസ് ടു ബി ഐസോതേർമൽ. അതിൽ ഒന്നാമത്തത് ദ സിസ്റ്റം മസ്റ്റ് ബി ഹാവിങ് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ്. രണ്ടാമത്തത് പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ. ഓക്കെ, അങ്ങനെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നമ്മൾ എൻ മോൾ ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. അതിൽ നമ്പർ ഓഫ് മോൾസ് എൻ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെന്താ എൻ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, ടി കോൺസ്റ്റൻ്റ് ആണ്. ഈ പർട്ടിക്കുലർ പ്രോസസ്സിൽ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ ഓഫ് ദി ഐസോതേർമൽ പ്രോസസ് വിൽ ബി പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ സപ്പോസ് എൻ മോൾസ് ഓഫ് an ideal gas undergoes an isothermal process from P1 V1 to P2 V2, okay, at constant temperature capital T. അപ്പോൾ നമുക്ക് എന്ത് പറയാം, P1 V1 this is equal to P2 V2 പറയാം. ഓക്കെ, P1 V1 equal to P2 V2 പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ് പി വി ഡയഗ്രാം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വോളിയം എലോങ് ദി എക്സ് ആക്സസ് ആൻഡ് പ്രഷർ എലോങ് ദി വൈ ആക്സസ്. അപ്പോൾ ഗ്രാഫ് ദേ ഇങ്ങനെ വരും. ഓക്കെ, ഇത് എക്സ്പാൻഷൻ ആണ്, ഐസോതേർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ വോളിയം V1 ആണ്, ഇവിടെ വോളിയം V2 ആണ്. അതിൽ പ്രഷർ വൈ ആക്സിസിലും വോളിയം എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഈ പി വി ഡയഗ്രാം, ഇതിന് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ പി വി ഡയഗ്രാം എന്നാ പറയുക. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ദിസ് ഗീവ്സ് വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഏരിയയാണ് ഈ പി വി ഡയഗ്രാം അല്ലെങ്കിൽ ഈ പ്രോസസ്സിനകത്തെ വർക്ക് ഡൺ. അതിൽ ഇഫ് ദിസ് ഏരിയ ഈസ് ട്രേസ്ഡ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, if area is traced in the clockwise direction, then work done is positive.
അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏരിയ ട്രേസ് ചെയ്തിരിക്കുന്നത് സി ഇവിടുന്ന് ദേ ഇങ്ങനെ വന്ന് നോക്കൂ, ഇങ്ങനെയാണ് ഏരിയ ട്രേസ് ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെ വന്ന് ദേ ഇങ്ങനെ നോക്കൂ, ഇങ്ങനെയാണ് ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസിൽ ദേ ഇങ്ങനെ ട്രേസ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസിലല്ലേ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ഡൺ പോസിറ്റീവാണ്. ഇനിയിപ്പോൾ എന്താണോ നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ നോക്കാം. Okay, this is V2 and this is V1. Okay, അപ്പോൾ ഇവിടെ നോക്കൂ, this is the area under the PV diagram or indicator diagram. ഇവിടെ നോക്കൂ, ഇങ്ങനെയാണ് ഏരിയ ട്രേസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇങ്ങനെ. അപ്പോൾ if area is traced in the counter clockwise direction, if area is traced in the counterclockwise or anti-clockwise direction, then work done W is negative. Okay, അപ്പോൾ ഇത് PV diagram for isothermal expansion and this is the PV diagram for isothermal compression. Okay, ഇനി നമുക്ക് ആ PV diagram ഉണ്ടല്ലോ, see, here is the volume, here is the pressure and this is the PV diagram. അവിടെ നമുക്ക് സി PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P ഇൻറ്റു വോളിയം വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ വോളിയത്തിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വോളിയം എന്താ 1 ആണ്. അപ്പോൾ P പ്ലസ് പ്രോഡക്റ്റ് റൂളാണ് യൂസ് ചെയ്യുന്നത്, V ഇൻറ്റു dP ഡിവൈഡഡ് ബൈ dV. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0, കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ നമുക്ക് dP ഡിവൈഡഡ് ബൈ dV. ഓക്കെ, പിന്നെ എന്താ ഇവിടെ ഒരു V ഉണ്ടാവും, ഈ P അങ്ങോട്ട് പോകും, സോ ഇറ്റ് വിൽ ബി മൈനസ് P ആണ് വരിക. ഓക്കെ, പിന്നെ ഇവിടെയുള്ള V നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതായത് സ്ലോപ്പ് ഓഫ് ദ കർവ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് P ഡിവൈഡഡ് ബൈ V വരും. ഇനി നമുക്ക് സി ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തു, വോളിയം വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നോക്കൂ, ടെമ്പറേച്ചർ കൂടുന്നുമില്ല കുറയുന്നുമില്ല പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, VT ഗ്രാഫ്, ഇതിൻ്റെ സ്ലോപ്പ് പറഞ്ഞാൽ dV ബൈ dt ആണ്. ദിസ് ഈസ് എന്താ, ദിസ് ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ ഈസ് പ്ലോട്ടഡ് എലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പ്രഷർ എലോങ് ദ വൈ ആക്സിസ്. ഇവിടെ എന്താ, ടെമ്പറേച്ചർ കൂടുന്നില്ല കുറയുന്നില്ല. സോ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ടെമ്പറേച്ചർ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് dP ഡിവൈഡ് ബൈ dt, ഇറ്റ് ഈസ് അഗെയിൻ ഇൻഫിനിറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ആണ്. അതിൽ നമുക്ക് സി PV ഈക്വൽ ടു nRT ആണ്, nRT. അപ്പോൾ അവിടുന്ന് P ഈക്വൽ ടു nRT ഡിവൈഡഡ് ബൈ V വരും. അപ്പോൾ എലിമെൻ്ററി വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ വോളിയം ബൈ dV, അതെന്താ, ദിസ് ഈസ് PdV ആണ്, PdV. സോ ദിസ് ഈസ് nRT ഡിവൈഡഡ് ബൈ V ഇൻറ്റു dV ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചേഞ്ചിങ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഫ്രം V1 ടു V2, അത് നമുക്ക് എങ്ങനെ കാണാം, nRT ഡിവൈഡഡ് ബൈ V dV വരും. ഓക്കെ, അതിൽ ഈ nRT പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ് nRT. പിന്നെ 1/Vയുടെ ഇൻ്റഗ്രൽ എന്താ, ദാറ്റ് ഈസ് log V. ദിസ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം V1 ടു V2 ഓർ ദിസ് ഈസ് ഈക്വൽ ടു nRT log V2 മൈനസ് log V1 എന്നാണ് വരിക. log V2 മൈനസ് log V1 പറഞ്ഞു കഴിഞ്ഞാൽ log V2 ഡിവൈഡഡ് ബൈ V1 വരും. ഓക്കെ, ഇവിടെ നമുക്ക് വർക്ക് ഡൺ W ഈക്വൽ ടു nRT. ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇത് നടക്കുക, ആ ടെമ്പറേച്ചറാണ് ഈ ക്യാപിറ്റൽ T. ഓക്കെ, പിന്നെ log V2 ഡിവൈഡഡ് ബൈ V1 വരും. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൽ P1 V1 ഈക്വൽ ടു P2 V2 ആണ്, P2 V2. അപ്പോൾ ഇവിടുന്ന് V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു നമുക്ക് എന്താ വരിക, P1 ഡിവൈഡഡ് ബൈ P2 വരും. അപ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് P1 ആൻഡ് P2, nRT log P1 divided by P2.
ഓക്കെ, ഈ ഐസോതേർമൽ പ്രോസസ്സ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നടക്കുക. ആ ടെമ്പറേച്ചറാണ് ഈ T. ഓക്കെ, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ. ഇനി അതിനകത്ത് നമ്മൾ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാ. അതിൽ ഇവിടെ ഈ ഡെൽറ്റ യു പറഞ്ഞ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഈ ഡെൽറ്റ യു പറയുന്നത് ഇവിടെ 0 ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു 0. ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ ആണ്. അത് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് ഡബ്ല്യു എന്നാണ് ടോട്ടൽ വർക്ക് ഡൺ റെപ്രസെൻറ്റ് ചെയ്തത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ആ വർക്ക് ഡൺ നമുക്ക് എന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു nRT log V2 divided by V1, or this is also equal to nRT log P1 divided by P2. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ഹീറ്റാണോ കൊടുത്തേ അത്രയും വർക്ക് ഉണ്ടാവും. 10 joule of heat is added to a system of gas, ideal gas, at constant temperature. Then the whole heat will be used for the external work done. No heat will be used for changing the internal energy. ഇനി അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അതിൽ ഇവിടെ പ്രഷറോ വോളിയമോ ടെമ്പറേച്ചറോ ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. ഇവിടെ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. രണ്ട് കണ്ടീഷനാണ് അഡിയാബാറ്റിക്കിന്. ഒന്ന്, സിസ്റ്റം മസ്റ്റ് ബി ഹാവിങ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് വാൾസ്. രണ്ടാമത്തത്, പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് വെരി ക്വിക്ക്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഈ ഡെൽറ്റ ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ ഡബ്ല്യു പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ്സാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു പറയാം, ഓർ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ സി വി ഡെൽറ്റ ടി. അതാണ് ഡെൽറ്റ യുവിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടുന്ന് വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എൻ ഉണ്ട്. ഈ സി വി പറഞ്ഞാൽ ആർ ഡിവൈഡഡ് ബൈ ഗാമ -1. പിന്നെ ഡെൽറ്റ ടി പറഞ്ഞാൽ എപ്പോഴും ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ T2 മൈനസ് T1 വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു CNR, ഈ നെഗറ്റീവ് ഞാൻ അകത്തോട്ട് എടുക്കുമ്പോൾ T2 മൈനസ് T1 എന്ത് വരും? T1 മൈനസ് T2 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഗാമ -1. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇതിൽ ഫസ്റ്റ് ടേം നിങ്ങൾ നോക്കുക. nRT1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് P1 V1 ആണ്. ഓക്കെ, nRT2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് P2 V2 ആണ്. P2 V2 ഡിവൈഡഡ് ബൈ ഗാമ -1. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ഇൻ അൻ അഡിയാബാറ്റിക് പ്രോസസ്. അതായത് നമ്മൾ ഫസ്റ്റ് കേസ് P1 V1 ഈക്വൽ ടു nRT1, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ P2 V2 ഈക്വൽ ടു nRT2. ഓക്കെ, അപ്പോൾ nRT2 മൈനസ് T1നെ നമുക്കെന്ത് പറയാം? PV1 മൈനസ് PV2 പറയാം. ഓക്കെ, അപ്പോൾ nRT1 മൈനസ് T2നെ നമുക്ക് P1 V1 മൈനസ് P2 V2 പറയാം. അങ്ങനെയാണ് വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഇനി നമുക്ക് വി ഹാവ് ടു ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ടേംസ് ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അതായത് പ്രഷർ എലിമിനേറ്റ് ചെയ്യണം. ഒരു ഐഡിയൽ ഗ്യാസിന് എപ്പോഴും കറക്റ്റായിട്ടുള്ള റിലേഷനാണ് PV ഈക്വൾ ടു nRT. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, PV ബൈ T ഈക്വൾ ടു nR. ഈ nR എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കട്ടായി പോകും. അപ്പോൾ ഈ T മേലെ വരും. അപ്പോൾ TV റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ V ആ വരും. ആ V മേലോട്ട് പോകുമ്പോൾ എന്താ? ഗാമ -1. ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് വരും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. അതിന് നമുക്ക് ഇപ്പോൾ പ്രഷറും വോളിയം വെച്ച് കിട്ടി, ടെമ്പറേച്ചറും വോളിയം വെച്ച് കിട്ടി. ഇനി വേണ്ടത് പ്രഷറും ടെമ്പറേച്ചറും വെച്ചാൽ എന്ന് പറഞ്ഞാൽ വോളിയം നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്
ഓക്കെ, ഇതിനെ നമ്മൾ പവർ ഗാമ കൊടുക്കുക. അപ്പോൾ എന്താ, പി റേസ് ടു ഗാമ വി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ ടി റേസ് ടു ഗാമ ദിസ് ഈസ് ഈക്വൽ ടു എൻ ആർ ഹോൾ റേസ് ടു ഗാമ. ആ റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വി റേസ് ടു ഗാമ കട്ടായി പോകും. ബാക്കി എന്താ, ടി റേസ് ടു ഗാമ മേലെ വരും, ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ പി റേസ് ടു ഗാമ ഉണ്ട്. ഓക്കെ, ഇനി മേലെ ഒരു പി ഉണ്ട്. ആ പി താഴോട്ട് വരുമ്പോൾ എന്താ, പി റേസ് ടു -1 വരും. ഓക്കെ, അതായത് പി റേസ് ടു ഗാമ -1 ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് വരും. റൈറ്റ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ വോളിയം, ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ വോളിയം, ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി വി ഡയഗ്രാം. ഓക്കെ, ദിസ് ഇസ് വോളിയം, ദിസ് ഇസ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഐസോതേർമൽ പ്രോസസ്സ് ഇങ്ങനെ ഉണ്ടാവും വിചാരിച്ചോളൂ. ദിസ് ഈസ് ഐസോതേർമൽ. ഓക്കെ, അപ്പോൾ ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ടാണ് വരിക. ദിസ് ഈസ് അഡിയാബാറ്റിക്. അപ്പോൾ ഈ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ നമുക്ക് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റാണ്. ഇതിന് വോളിയം വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി വി റേസ് ടു ഗാമയുടെ ഡിഫറൻഷ്യൽ ഗാമ വി റേസ് ടു ഗാമ -1 പ്ലസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ പി വി റേസ് ടു ഗാമ -1 വരും. ഓക്കെ, ഈ വി റേസ് ടു ഗാമയും വി റേസ് ടു ഗാമ -1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വി വരും ബാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക, ഡി പി ഡിവൈഡഡ് ബൈ ഡി വി ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ പി ഡിവൈഡഡ് ബൈ വി വരും, ഗാമ പി ബൈ വി. ഓർ ഡി പി ബൈ ഡി വി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോപ്പാണ്. ദിസ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി അഡിയാബാറ്റിക് കേർവ്. നമുക്ക് ഐസോതേർമൽ കേർവിൻ്റെ സ്ലോപ്പ് കിട്ടിയത് -p/v എന്നാണ്. ഇവിടെയോ, ഇവിടെ -γ/p/v എന്നാണ്. നമുക്ക് എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഉണ്ട്, വൈ ആക്സിസിൽ വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ this is T1 and this is V1. Okay, ഇവിടെ T2 and this is V2. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയും. റൈറ്റ്. പിന്നെ അടുത്തത് ഇവിടെ ടെമ്പറേച്ചർ and here it is pressure. Okay, അതിൽ ഇത് T1 and this is pressure P1. Okay, this is pressure P2 and this is temperature T2. അതാണ് pressure temperature variation for an adiabatic process. കാർനോട്ട് എഞ്ചിൻ പറഞ്ഞാൽ ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഐഡിയലാണ്. അതിനകത്ത് ഒരെണ്ണം ഉള്ളത് സോഴ്സാണ്. ദിസ് ഈസ് എ ഹീറ്റ് റിസർവോയർ. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റ് ആണ്. ഇതൊരു ഹോട്ട് റിസർവോയറാണ്. അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. എത്ര ഹീറ്റ് അതിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളുടെ സിസ്റ്റം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ടെമ്പറേച്ചർ താഴില്ല. മീൻസ് ദിസ് ഈസ് എ ഹീറ്റ് റിസർവോയർ ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, പിന്നെയുള്ളത് ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ മീതെ നമ്മൾ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടർ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി തേർമലി ഇൻസുലേറ്റഡ് ഓർ ഐസൊലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. ഓക്കെ, അതാണ് അടുത്ത പാർട്ട്, സ്റ്റാൻഡ്. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്സ്. പിന്നെയുള്ളത് സിങ്കാണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൾഡ് റിസർവോയർ. ഓക്കെ, അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ ഒരു സിലിണ്ടറുണ്ട്. ആ സിലിണ്ടറിന്
see, perfectly insulated walls, it contains ideal gas as the working substance. Working substance ideal gas. Okay. And it is closed with a piston. E piston, this is massless. Mass illa. Okay. It is tight. Okay. And it is frictionless. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നതെല്ലാം. അതായത് ഇവിടെ സോഴ്സ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റിയാണ്. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചർ താഴില്ല. ഓക്കെ. അതേപോലെ ഈ സിലിണ്ടർ ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ മാസ്ലെസ് ടൈറ്റ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഓക്കെ. ഈ സൈഡ് ഇൻസുലേറ്റഡാണ്, ഇവിടെയും ഇൻസുലേറ്റഡാണ്, ഇവിടെയും ഇൻസുലേറ്റഡാണ്. ഓക്കെ. ഈ ബേസ് മാത്രമേ കണ്ടക്റ്റിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ളത് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ ഈ സിലിണ്ടർ എടുത്തിട്ട് ഈ സ്റ്റാൻഡിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസും കൂടെ അങ്ങ് തെർമലി ഇൻസുലേറ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് നടക്കുന്ന പരിപാടിയൊക്കെ അഡിയാബാറ്റിക് ആവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് സിങ്കിൽ വെക്കുന്ന സമയത്ത് ഈ സിങ്ക് ദിസ് ഈസ് ഓൾസോ ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഈ സിസ്റ്റത്തിൽ നിന്ന് എത്ര ഹീറ്റ് ഇതിനകത്തോട്ട് റിലീസ് ചെയ്താലും ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല, എപ്പോഴും T2 ആവും. ഓക്കെ. പിന്നെ ഇതിനകത്തുള്ള യൂസ് ചെയ്തിരിക്കുന്ന ഐഡിയൽ ഗ്യാസാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഐഡിയലാണ്. തിയററ്റിക്കലി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലി ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ എഫിഷ്യൻസി 100% ആണ് എന്ന് വിചാരിക്കരുത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ദിസ് വർക്ക്സ് ഓൺ കാർനോട്ട് സൈക്കിൾ. ഈ കാർനോട്ട് സൈക്കിൾ പറഞ്ഞാൽ അതിനകത്ത് 4 പ്രോസസ്സുണ്ട്. അതിൽ 2 ഐസോതേർമലാണ്, 2 അഡിയാബാറ്റിക്കാണ്, 2 എക്സ്പാൻഷനാണ്, 2 കംപ്രഷനാണ്. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ പ്രഷറുണ്ട്, ഇവിടെ വോളിയമുണ്ട്. ഫസ്റ്റ് ഒരു ഐസോതേർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതേർമൽ കംപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റാണ്. ഇതാണ് ഐസോതേർമൽ എക്സ്പാൻഷൻ, ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് ഐസോതേർമൽ കംപ്രഷൻ, ഫൈനലി അഡിയാബാറ്റിക് കംപ്രഷൻ. ഇങ്ങനെ 4 പ്രോസസ്സ്. ആ 4 പ്രോസസ്സ് കഴിയുമ്പോൾ ഇത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ. അതിൽ ഇവിടെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്. ഓക്കെ. ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്, സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്. ദിസ് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T2, കംപ്രഷൻ. ഓക്കെ. അപ്പോൾ ഇത് ഐസോതേർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P2 ആണ്, വോളിയം V2 ആണ്. ഇവിടുത്തെ പ്രഷർ P3 ആണ്, വോളിയം V3 ആണ്. ഓക്കെ. റൈറ്റ്സ്. പിന്നെ ഇവിടെ പ്രഷർ P4 ആണ്, വോളിയം V4 ആണ്. ഓക്കെ. 4 പ്രോസസ്സ്. ഇതിനകത്ത് this is an isothermal expansion which undergoes at a constant temperature T1, that is the temperature of the source. This is isothermal compression that takes place at a constant temperature T2, that is the temperature of the sink. Okay. ഇവിടെ നമ്മൾ efficiency eta equal to T1 minus T2 divided by T1. ഇതാണ് ഫ്രാക്ഷണൽ എഫിഷ്യൻസി. ഓക്കെ. പെർസെൻറ്റേജ് എഫിഷ്യൻസി കാണണമെങ്കിൽ ×100 ചെയ്യണം. നമ്മൾ ആ കാർനോട്ട് എഞ്ചിനിൽ എഫിഷ്യൻസിയുടെ ഡെറിവേഷനാണ് പറയാൻ പോകുന്നത്. അതിൽ ഇത് ഒരു ഐസോതേർമൽ എക്സ്പാൻഷനാണ്. അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്, അതായത് സിസ്റ്റം എടുക്കുന്ന ഹീറ്റ് Q1 വിചാരിച്ചോ. ഇത് അഡിയാബാറ്റിക് ആണ്, ഹീറ്റ് ട്രാൻസാക്ഷൻ ഇല്ല. പിന്നെ ഇതെന്താ, ഇത് ഐസോതേർമൽ കംപ്രഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യും. ഓക്കെ. റിലീസ് ചെയ്യുന്ന ഹീറ്റ് Q2 വിചാരിച്ചോ. ഇത് അഡിയാബാറ്റിക് കംപ്രഷനാണ്, അവിടെയും ഹീറ്റ് ട്രാൻസാക്ഷൻ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സിസ്റ്റം Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യും, അതിൽ Q2 റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ വർക്ക് ബാക്കിയുള്ളത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2. ഓക്കെ. ഇനി എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. അതാണ്, അത് ഡെഫിനേഷനാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ദിസ് ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 വരും. Q1 മൈനസ് Q2 ബൈ Q1. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 വരും. ഇത് ഫ്രാക്ഷണൽ എഫിഷ്യൻസിയാണ്.
പെർസെൻറ്റേജ് എഫിഷ്യൻസി കാണണമെങ്കിൽ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് ഇവിടെ നോക്കൂ. ഇത് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, അവിടുത്തെ വോളിയം എന്താ V2 ആണ്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല ഇതാണ്, T(V⁻⁻1 = കോൺസ്റ്റൻറ്റ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, വോളിയം V2 ആണ്. അപ്പോൾ T1V2(Γ-1) = അതേ അഡിയാബാറ്റിക് കേർവിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്, വോളിയം V3 ആണ്. അപ്പോൾ T2V3(Γ-1). ഓക്കെ, ഇനി നമ്മൾ ഈ അഡിയാബാറ്റിക് നോക്കുക. ഈ അഡിയാബാറ്റിക് ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്, വോളിയം V1 ആണ്. അപ്പോൾ ഞാൻ എന്തെഴുതി, T1V1(Γ-1) = ഇവിടെ എന്താ, ഇവിടെ ടെമ്പറേച്ചർ T2 ആണ്, വോളിയം V4 ആണ്, V4(Γ-1). ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, T1 കട്ടായി പോകും. ബാക്കി എന്ത് വരും, V2/V1(Γ-1). This is equal to V3/V4(Γ-1). ഓക്കെ, ഇനി നമുക്ക് ഈ ഐസോതെർമൽ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ΔQ = ΔU + ΔW ഇത് അപ്ലൈ ചെയ്യാൻ പോവുക. അതിൽ ആ ഫസ്റ്റ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് AB എന്നുള്ള പ്രോസസ്സിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് Q1 ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, Q1. ഇനി ആസ് ഇറ്റ് ഈസ് ആൻ ഐസോതെർമൽ പ്രോസസ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി മാറില്ല, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്ലസ് ഇനി വർക്ക് ഡൺ ആണ്. ആ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, nRT1 log V2 / V1. ഓക്കെ, log V2/V1. ഇനി ഇവിടെ എന്താ, ഇവിടെ നമുക്ക് ഇവിടെ ഹീറ്റ് ട്രാൻസാക്ഷനിൽ ഇനി ഈ പ്രോസസ്സ് എടുക്കുക. അവിടെ Q2 റിലീസ് ചെയ്ത ഹീറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഹീറ്റ് റിലീസ് ചെയ്ത കാരണം -Q2. ദിസ് ഈസ് ഈക്വൽ ടു, അവിടെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു nRT2 പിന്നെന്താ ലോഗ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഫൈനൽ ഡിവൈഡ് ബൈ ഇനീഷ്യൽ. അപ്പോൾ V4/V3 വരും, V4/V3. ഓക്കെ, അപ്പോൾ ഇത് ലോഗ് V4/V3 പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ലോഗ് V4 - ലോഗ് V3 എന്നാണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്താ എഴുതാം, ഇവിടെ Q2 അതായത് നെഗറ്റീവ്, അപ്പോൾ ഇവിടെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ N ഉണ്ട്, R ഉണ്ട്, T2 ഉണ്ട്. N ഉണ്ട്, R ഉണ്ട്, T2 ഉണ്ട്. പിന്നെന്താ, ലോഗ് V4 - ലോഗ് V3 ആണ്. അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് V3 - ലോഗ് V4, ലോഗ് V3 - ലോഗ് V4 പറഞ്ഞാൽ ലോഗ് V3/V4 വരും, ലോഗ് V3/V4. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് Q2ൻ്റെ വാല്യൂ ആണ്, ഇത് Q1ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് Q2/Q1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, Q2 / Q1. ദിസ് ഈസ് ഈക്വൽ ടു nRT2 ലോഗ് V3/V4 പിന്നെയോ nRT1 ലോഗ് V2/V1. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഈ Γ-1 Γ- നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡൊന്നും കളയാലോ. അപ്പോൾ V2/V1 = V3/V4 എന്ന് വരും. V2/V1 = V3/V4. അതിനർത്ഥം എന്താ, ലോഗ് V2/V1 വിൽ ബി ഈക്വൽ ടു ലോഗ് V3/V4. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് NR കളയാം. അപ്പോൾ Q2/Q1 = T2/T1 എന്ന് വരും. അപ്പോൾ 1 - Q2 / Q1. ദിസ് ഈസ് ഈക്വൽ ടു 1 - T2 / T1 വരും. ഓർ ദിസ് ഈസ് ഈക്വൽ ടു T1 - T2 / T1.
അതാണ് ഫ്രാക്ഷണൽ എഫിഷ്യൻസി. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മോഡലിന് ചോദിച്ച ചോദ്യമാണ്. തെർമോഡൈനാമിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണോ ഇതിൻ്റെ പുറകെ ഓസിലേഷൻസിൻ്റെയും വേവ്സിൻ്റെയും അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.